ഹലോ, വെൽക്കം ടു അനൂപ് ട്യൂബ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ ഒരു ഡെവലപ്പർ ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 15 ഗിറ്റ് കമാൻഡ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു സ്പേസ് ഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഗിറ്റ് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ കമാൻഡ് എന്ന് പറയുന്നത് ഗിറ്റ് ഇനിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ഗിറ്റ് റിപ്പോസിറ്ററി നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഗിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമുക്കറിയാം ഒരു വേർഷൻ കൺട്രോളിംഗ് സിസ്റ്റമാണ്. അതായത് നമുക്കൊരു സെറ്റ് ഓഫ് ഫയൽസിൻ്റെ നമുക്കൊരു വേർഷൻസ്, അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ചേഞ്ചസ് നമുക്കെല്ലാം ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റിയാണ് ഗിറ്റ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ഒരു പ്ലേലിസ്റ്റായിട്ട് നമ്മുടെ ചാനലുണ്ട്. നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സിംഗിൾ വീഡിയോയിൽ നമുക്ക് എങ്ങനെയൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഗിറ്റിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഒരു സിമ്പിൾ കമാൻഡ്സ് എന്തൊക്കെയാണെന്ന രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഗിറ്റ് റിപ്പോസിറ്ററി ഇനീഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ടെർമിനലിൽ പോവുക. ഓക്കെ, ടെർമിനലിൽ പോയിട്ട് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് ഫോൾഡറിലാണ് നിൽക്കുന്നത് ആ ഫോൾഡറിലോട്ട് നമ്മൾ എത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമുക്കൊരു ഗിറ്റ് റിപ്പോസിറ്ററി നമുക്ക് എന്ത് ചെയ്യണം, ഇനീഷ്യലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഗിറ്റ് ഇനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗിറ്റ് റിപ്പോസിറ്ററി ഇനീഷ്യലൈസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോട്ട് ഗിറ്റ് എന്ന് പറയുന്ന ഫോൾഡർ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇത് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഡോട്ട് ഗിറ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടായിരുന്നില്ല. അതായത് ഗിറ്റ് റിപ്പോസിറ്ററി നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത്രയും ഫയൽസ് നമുക്ക് എന്ത് ചെയ്യണം, ഗിറ്റ് റിപ്പോസിറ്ററിയിലോട്ട് നമ്മുടെ ഒരു ലോക്കൽ റിപ്പോസിറ്ററിയിലോട്ട് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡാണ് ആഡ് എന്ന് പറഞ്ഞ കമാൻഡ്. ഓക്കെ, ആഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പെർട്ടിക്കുലർ ഈ ഫയലിന് പേര് കൊടുക്കാൻ പറ്റും. നമുക്ക് main.cpp എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, main.cpp എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗിറ്റ് റിപ്പോസിറ്ററിയിലോട്ട് ആഡ് ചെയ്തു എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിറ്റ് റിപ്പോസിറ്ററിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കാണണം. ആ ഗിറ്റ് റിപ്പോസിറ്ററിയുടെ സ്റ്റാറ്റസ് കാണണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡാണ് ഗിറ്റ് സ്റ്റാറ്റസ്. ഓക്കെ, ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറൻ്റ് നിൽക്കുന്ന റിപ്പോസിറ്ററിയുടെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെ ഫയൽസ് ഉണ്ട്, ഏതൊക്കെ ഫയൽസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു, എന്തൊക്കെ ഫയൽസ് നമുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഫയൽസാണ്, അതിൻ്റെ ചേഞ്ചസ് എന്തൊക്കെയാണ്, കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാറ്റസിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഗിറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫയൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമാൻഡാണ് നമുക്ക് കമ്മിറ്റ് ചെയ്യുക. ആ പർട്ടിക്കുലർ ഫയൽ നമുക്ക് എന്ത് ചെയ്യണം, കമ്മിറ്റ് ചെയ്യണം. അതായത് നമുക്ക് ആ ചേഞ്ചസ് നമ്മൾ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡാണ് ഗിറ്റ് കമ്മിറ്റ് എന്ന് പറയുന്ന സംഭവം. ഗിറ്റ് കമ്മിറ്റ് -m ആൻഡ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ മെസ്സേജ് കൊടുക്കുക. അപ്പോൾ ആഡഡ് main.cpp എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗിറ്റ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പർട്ടിക്കുലർ ഫയലിൽ നമ്മൾ ട്രാക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് കമ്മിറ്റ് ചെയ്ത മെസ്സേജസ് നമുക്ക്, അതായത് കുറേ കമ്മിറ്റ് നമ്മൾ നടത്തിയിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് കാണാം, അതിൻ്റെ ലോഗ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡാണ് ഗിറ്റ് ലോഗ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കമ്മിറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ലോഗ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആഡ് ചെയ്യാത്ത ഫയൽസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ബാക്കിയുള്ള എല്ലാ ഫയൽസും എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡാണ് ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് പറഞ്ഞ കമാൻഡ്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗിറ്റ് കമ്മിറ്റ് അടിക്കാൻ പറ്റും. ഗിറ്റ് കമ്മിറ്റ്, അപ്പോൾ ഗിറ്റ് കമ്മിറ്റ് ഫുള്ള് നമുക്ക് ലോഡ് ചെയ്തു. അതിനുശേഷം അപ്പോൾ ഗിറ്റ് ലോഗ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അതായത് ഏതൊക്കെ കമ്മിറ്റ്സ് നമ്മൾ വരുത്തിയെന്ന് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കമ്മിറ്റിനെ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് കമ്മിറ്റ് മെസ്സേജിന് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമാൻഡാണ് ഗിറ്റ് കമ്മിറ്റ് -amend. ഓക്കെ, അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കമ്മിറ്റ് മെസ്സേജ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആഡഡ് ഓൾ ഫയൽസ് ഇൻ റിപ്പോ എന്ന് ഞാൻ എഴുതി. ഓക്കെ, പുതിയ കമ്മിറ്റ് മെസ്സേജ് ആയിട്ട് ആഡ് ചെയ്തു. Ctrl+X അടിക്കുക, Y അടിക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ഇനി ഗിറ്റ് ലോഗ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കമ്മിറ്റ് മെസ്സേജ് ആയിരിക്കും കാണാൻ പറ്റും. ഓക്കെ, ആഡഡ് ഓൾ ഫയൽസ് ഇൻ റിപ്പോ എന്ന് പറഞ്ഞിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഗിറ്റ് ലോഗ് വന്നു. ഇപ്പോൾ നമുക്ക് ത്രീ നമുക്ക് കമാൻഡ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ main.c എന്ന് പറഞ്ഞ ഫയൽ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് എഡിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് എഡിറ്റർ, ന്യൂ കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, main.c എന്ന് പറഞ്ഞ ഫയൽ ക്ലോസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മോഡിഫൈഡ് main.c എന്ന് പറഞ്ഞ ഫയൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫയൽ നമുക്ക് മോഡിഫൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഈ മോഡിഫൈഡ് ചെയ്ത ഫയൽ എനിക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ നമുക്ക് ഗിറ്റ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്മിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡിഫൈഡ് ചെയ്ത ഫയൽ ഉണ്ടല്ലോ, ഓക്കെ, അതിൻ്റെ നമ്മളിപ്പോൾ അഡീഷണലി നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഒരു കമൻറ്റ് ഉണ്ടല്ലോ, അതെനിക്ക് വേണ്ട. അതായത് പുതിയതായിട്ട് വരുത്തി ചേഞ്ച് എനിക്ക് വേണ്ട. അതിന് നമുക്ക് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിംപിളി യൂസ് ചെയ്യാൻ പറ്റുന്ന കമൻറ്റാണ് ഗിറ്റ് റീസ്റ്റോർ എന്ന് പറഞ്ഞ പോലെ. ഗിറ്റ് റീസ്റ്റോർ ആ ഫയലിൻ്റെ പേരെന്തായിരുന്നു, നമ്മുടെ main.c എന്ന് പറഞ്ഞ ഫയൽ. അപ്പോൾ എൻ്റെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ റീസ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് എഡിറ്റർ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് ഇവിടെ ഒരു ആഡ് ന്യൂ കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയൊരു കമൻറ്റ് ആഡ് ചെയ്തിരുന്നല്ലോ, അത് പോയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ,
കാര്യം മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമുക്ക് അടുത്ത കമൻറ്റ് റിസ്റ്റോർ എന്ന് പറയുന്ന കമൻറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംപിളി നമുക്ക് നമ്മുടെ ബേസിക്കലി ഉള്ള എല്ലാ ചേഞ്ചസ് നമ്മൾ ലോക്കൽ റിപ്പോസിറ്ററി വരുത്തിയിട്ടുണ്ട്. ഇത്രയും റിപ്പോസിറ്ററിയിൽ നമ്മൾ ലോക്കൽ റിപ്പോസിറ്ററിയിലെല്ലാം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവത്തിനെ നമ്മൾ ഗിറ്റ്ഹബിലോട്ട് പുഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗിറ്റ്ഹബിലോട്ട് പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഗിറ്റ്ഹബിൽ ഒരു അക്കൗണ്ട് എന്തായാലും വേണം. ഓക്കെ, അപ്പോൾ ഗിറ്റ്ഹബിൽ ഒരു അക്കൗണ്ട് ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഗിറ്റ്ഹബിൽ ഒരു പുതിയ റിപ്പോസിറ്ററി ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിറ്റ്ഹബിൽ ഒരു പുതിയ റിപ്പോസിറ്ററി ഉണ്ടാക്കാൻ പോകണം. ന്യൂ നടിച്ചു. അതിനുശേഷം പുതിയ റിപ്പോസിറ്ററിയുടെ പേര് ഗിറ്റ് മൈ ഗിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോസിറ്ററി ഞാൻ ഉണ്ടാക്കി. അത് പബ്ലിക്കായിട്ട് കൊടുത്തു. അതിനുശേഷം വേറെ സംഭവമൊന്നും ചെയ്തില്ല, ക്രിയേറ്റ് റിപ്പോസിറ്ററി കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു റിപ്പോസിറ്ററി നമുക്ക് ആഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്ത് നമുക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് റിപ്പോസിറ്ററി അല്ലേ നമ്മുടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു എക്സിസ്റ്റിംഗ് റിപ്പോസിറ്ററി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലോട്ട് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് എന്ന് പറഞ്ഞ കമൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിറ്റ് റിമോട്ട് ആഡ്, നമ്മൾ ഏതാണ് നമ്മൾ ഗിറ്റ് റിമോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ റിമോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗിറ്റ് ഹബിൻ്റെ അഡ്രസ്സാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ അഡ്രസ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഗിറ്റ് ഹബിൻ്റെ എന്താ പറയുക അഡ്രസ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗിറ്റ് റിമോട്ട് ആഡ് എന്ന് പറഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ പേര് കൊടുക്കുക, ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുക. ഒറിജിൻ ഇത് നമ്മൾ ഡിഫോൾട്ടായിട്ട് കൊടുക്കുന്ന ഒരു പേരാണ്. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ റിമോട്ട് ആഡായി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമൻറ്റാണ് ഗിറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു കമാൻഡ്. ഓക്കെ, അപ്പോൾ ഗിറ്റ് ബ്രാഞ്ച് നടിക്കുക. ബ്രാഞ്ച് നടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കറൻ്റ്ലി നിൽക്കുന്ന ബ്രാഞ്ച് ഏതാണെന്ന് കാണിച്ചു തരും. ഓക്കെ, ഗിറ്റ് ബ്രാഞ്ച് കറൻ്റ്ലി നിൽക്കുന്നത്, അതായത് കറൻ്റ്ലി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചസിൻ്റെ ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അടുത്ത കമാൻഡ് ഗിറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ ബ്രാഞ്ച് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച് ഉണ്ട്. അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് റീനെയിം ചെയ്യണം. മെയിൻ എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്യണമെങ്കിൽ ഗിറ്റ് ബ്രാഞ്ച് അതിനുശേഷം -m എഴുതുക. അതിനുശേഷം മെയിൻ നടിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബ്രാഞ്ചിൻ്റെ പേര് മാറ്റി. അപ്പോൾ വീണ്ടും ഗിറ്റ് ബ്രാഞ്ച് നടിച്ചു കഴിഞ്ഞാൽ മാസ്റ്റർ എന്നുള്ളത് മെയിൻ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ നടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോക്കലി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ റിപ്പോസിറ്ററിയിലെ എല്ലാ കണ്ടൻസും നമ്മൾ എന്ത് ചെയ്യുക? ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഗിറ്റ് പുഷ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ്, അത് നമ്മുടെ ഗിറ്റ് ഹബിൻ്റെ അഡ്രസ്സ്. മെയിൻ എന്ന് പറഞ്ഞാൽ ഏത് റിപ്പോസിറ്ററിയാണോ പുഷ് ചെയ്യുന്നത്, അതായത് ഏത് ബ്രാഞ്ചാണോ പുഷ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അതിൻ്റെ പാസ്വേഡൊക്കെ ചോദിക്കും. ഈ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ചേഞ്ചസ് എല്ലാം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കലി റിപ്പോസിറ്ററിയിലുള്ള എല്ലാ ചേഞ്ചസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗിറ്റ് ഹബിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായാലും എങ്ങനെയാണ് നമ്മൾ ലോക്കൽ റിപ്പോസിറ്ററി ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്യാൻ കാര്യം മനസ്സിലായി. ഇനി എനിക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാകണം, ഗിറ്റ് ബ്രാഞ്ച്. എന്നിട്ട് നമ്മൾ പുതിയൊരു പേരിട്ട് കൊടുക്കുക. അതായത് പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡെവലപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ടാക്കാൻ പോകട്ടെ. അപ്പോൾ എൻ്റർ അടിക്കുക. ഡെവലപ്പ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് ഉണ്ടാക്കി എൻ്റർ അടിച്ചു. അപ്പോൾ നമ്മൾ ഗിറ്റ് ബ്രാഞ്ച് നടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് എന്ന് പറഞ്ഞ പുതിയ ബ്രാഞ്ച് ഉണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് നമ്മളാണ് ഏതാണ്? മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഡെവലപ്പ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോട്ട് ചെക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ ബ്രാഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ബ്രാഞ്ചിൽ നിന്നായിരിക്കും പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ ബ്രാഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലോട്ട് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഗിറ്റ് ചെക്കൗട്ട് ഡെവലപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പിലോട്ട് സ്വിച്ച് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെവലപ്പിലോട്ട് നമ്മൾ പുതിയൊരു ടെക്സ്റ്റ് ഫയൽ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ടച്ച് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തു. ടച്ച് test.txt എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്തു. അതിനുശേഷം ഗിറ്റ് സ്റ്റാറ്റസ് അടിക്കുക. ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ test.txt എന്ന് പറഞ്ഞ ഫയൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഗിറ്റ് ആഡ് test.txt എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തു. അതിനുശേഷം ഗിറ്റ് കമ്മിറ്റ് -m ആഡ് test.txt. ഓക്കെ, എൻ്റർ അടിച്ചു. അതിനുശേഷം ഗിറ്റ് പുഷ് ഒറിജിൻ. അതിനുശേഷം നമ്മൾ ഏതാണോ ബ്രാഞ്ചിൻ്റെ പേര് ഡെവലപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പുതിയൊരു ബ്രാഞ്ച് നമ്മൾ എന്ത് ചെയ്തു? ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡെവലപ്പ് എന്ന് പറഞ്ഞ പുതിയൊരു ബ്രാഞ്ച് വന്നിട്ട്. അപ്പോൾ നമ്മുടെ ബ്രാഞ്ചസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ഡെവലപ്പ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ മെയിനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ഫയൽ ഉണ്ടാക്കിയിരുന്നല്ലോ test.txt, അതിന് കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഡെവലപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയൊരു ഫയൽ കാണാൻ പറ്റും, test.txt എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ മെയിനിലോട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗിറ്റ് ചെക്കൗട്ട് മെയിൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ test.txt എന്ന് പറഞ്ഞ ഫയൽ പോകുന്നതാണ്, അല്ല ഡിലീറ്റ് ആയി പോകുന്നതാണ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഡെവലപ്പ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ് നടക്കുന്നത്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഗിറ്റ് ചെക്കൗട്ട് ഡെവലപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് test.txt വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബ്രാഞ്ചിലുള്ള ഫയൽ നമ്മൾ അടുത്ത ബ്രാഞ്ചിൽ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അതിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് രണ്ട് ബ്രാഞ്ചിലുള്ള ഫയൽസ് മാത്രമേ ഓരോ ബ്രാഞ്ചിലും നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എനിക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പ് എന്ന് പറഞ്ഞ ഫയൽ ബ്രാഞ്ചിലുള്ള എല്ലാ ചേഞ്ചസും എനിക്ക് മെയിനിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിനെ എനിക്ക് മെയിനിലോട്ട് മെർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെർജ് എന്ന് പറഞ്ഞ കമാൻഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഗിറ്റ് ചെക്കൗട്ട് മെയിൻ എന്ന് പറഞ്ഞിട്ട് മെയിനിലോട്ട് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഫയൽ ഇവിടെ test.txt പറഞ്ഞ ഫയൽ കാണാമല്ലോ.
ഓക്കെ, test.txt എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ കാണുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് ഈ ഡെവലപ്പ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിനെ എനിക്ക് മെർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗിറ്റ് മെർജ് ഒറിജിൻ ബാർ, നമ്മുടെ കറസ്പോണ്ടിങ് നമ്മൾ ഏത് ബ്രാഞ്ചാണ് മെർജ് ചെയ്യുന്നത്, ഡെവലപ്പ് എന്ന് പറഞ്ഞ ബ്രാഞ്ചാണ്. അപ്പോൾ ഡെവലപ്പ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിൻ്റെ പേര് കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ എന്ത് ചെയ്തു, കണ്ടോ അപ്ഡേറ്റിംഗ് എഴുതി. അതിനുശേഷം ഈ test.txt എന്ന് പറഞ്ഞ ഫയൽ എന്ത് ചെയ്തു, ഇതിലോട്ടും മെർജ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഇതിന് നമ്മൾ ഗിറ്റ് പുഷ് ചെയ്യണം. ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് test.txt ഇവിടെയും കാണാൻ പറ്റും, മെയിനിലും കാണാൻ പറ്റും. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ ഒറിജിൻ പുഷ് എന്ന് പറഞ്ഞ കമാൻഡും നമ്മുടെ ചെക്ക് മെർജ് എന്ന് പറഞ്ഞ കമാൻഡും. ഓക്കെ, ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സംഭവമാണ് പുള്ള് എന്ന് പറഞ്ഞ കമാൻഡ്. ഓക്കെ, അപ്പോൾ പുള്ള് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു ആഡ് readme.md, അതായത് നമ്മുടെ ഗിറ്റ് ഹബിൽ ഞാൻ പുതിയൊരു ഫയൽ ആഡ് ചെയ്തു. ഓക്കെ, readme.md എന്ന് പറഞ്ഞൊരു ഫയൽ ഞാൻ ആഡ് ചെയ്തു. അതിനുശേഷം കമ്മിറ്റിംഗ് ചേഞ്ച് എഴുതി കമ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ ചേഞ്ച്, അതായത് നമ്മുടെ മൈ ഗിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ റിപ്പോസിറ്ററിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് readme.md എന്ന് പറഞ്ഞ ഫയൽ കാണാൻ പറ്റും. ഓക്കെ, അത് മെയിനിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ഗിറ്റ് ഹബിലാണ് ഇപ്പോൾ കിടക്കുന്നത്, നമ്മുടെ ലോക്കൽ റിപ്പോസിറ്ററിയിൽ ഇല്ല. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു readme.md കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ നമ്മുടെ റിമോട്ടിലുള്ള ചേഞ്ചസ് നമ്മുടെ ലോക്കൽ റിപ്പോസിറ്ററിയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡാണ് പുള്ള് എന്ന് പറഞ്ഞ കമാൻഡ്. അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗിറ്റ് പുള്ള് നടിക്കുക, അതിനുശേഷം ഒറിജിൻ നടിക്കുക, മെയിൻ നടിക്കുക. അപ്പോൾ കറസ്പോണ്ടിങ് ആ ബ്രാഞ്ചിലുള്ള എല്ലാ ചേഞ്ചസും നമുക്ക് ഇവിടെ എത്തും. എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും readme.md എന്ന് പറഞ്ഞ ഫയൽ നമുക്ക് എത്തിയെന്ന് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് എല്ലാ ചേഞ്ചസും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കാര്യം മനസ്സിലായാലും പുള്ള് എന്ന് പറഞ്ഞ കമാൻഡ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ main.c എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഓക്കെ, main.cയിൽ ഞാൻ പുതിയൊരു ചേഞ്ച് വരുത്തി, ന്യൂ കമാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ചേഞ്ച് വരുത്തി. ഓക്കെ, സേവ് ചെയ്തു. അതിനുശേഷം ഗിറ്റ് സ്റ്റാറ്റസ് അടിക്കുക. ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചതിന് ശേഷം main.c എഡിറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചേഞ്ചാണ് വരുത്തിയെന്ന് കാണണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡാണ് ഗിറ്റ് ഡിഫ് എന്ന് പറഞ്ഞ കമാൻഡ് കേട്ടോ. ഗിറ്റ് ഡിഫ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ചേഞ്ച് കാണാൻ പറ്റും. ന്യൂ കമാൻഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് നമ്മൾ ആഡ് ചെയ്തു എന്നാണ്, അതായത് പുതിയൊരു ലൈൻ ആഡ് ചെയ്തു നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ കമാൻഡ്. നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയെന്ന് കാണാൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡാണ് ഗിറ്റ് ഡിഫ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗിറ്റ് ഹബിൽ വന്നു. അതിനുശേഷം നമ്മൾ main.c എന്ന് പറഞ്ഞ ഫയൽ എടുത്തു. നമ്മുടെ ഗിറ്റ് ഹബിൽ വെച്ചിട്ട് തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകട്ടോ. അതിൽ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻ്റെ മെയിനിലായി ഉള്ളിൽ നമ്മളൊരു ഫയലിൻ്റെ ഒരു പുതിയൊരു കമൻറ്റ് ആഡ് ചെയ്തു. ന്യൂ കമൻറ്റ് ഇൻ മെയിൻ എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തു. അതിനുശേഷം കമ്മിറ്റ് ചേഞ്ചസ് അടിക്കുക. ഈ പുതിയൊരു കമ്മിറ്റ് ആഡ് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്ത് എതിര് വന്നിട്ടില്ല, പുതിയ നമ്മുടെ ലോക്കൽ റിപ്പോസിറ്ററിയിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പുള്ള് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗിറ്റ് പുള്ള് നടിക്കണം. പുള്ള് നടിച്ചു കഴിഞ്ഞാൽ എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ ചേഞ്ചസും വരാൻ പറ്റും. മെയിൻ ബ്രാഞ്ചിൽ വരണമെങ്കിൽ ഗിറ്റ് പുൾ ഒറിജിൻ മെയിൻ അടിക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ലോക്കലിലുള്ള ചേഞ്ചസ് ഉണ്ട്, നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചാൽ കാണാൻ പറ്റും. ഓക്കെ, ഗിറ്റ് സ്റ്റാറ്റസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു main.c നമ്മൾ ഓൾറെഡി എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ നമ്മൾ റിമോട്ടിൽ നമ്മൾ അതേ main.c നമ്മൾക്ക് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലോക്കലിലുള്ള ചേഞ്ചസിനെ നമ്മളൊന്ന് സേവ് ചെയ്തിട്ട് വേണം നമ്മൾ മേലത്തെ ഒറിജിനലുള്ള, അതായത് റിമോട്ടിലുള്ള ചേഞ്ചസ് നമ്മൾ പുള്ള് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗിറ്റ് സ്റ്റാഷ് എന്ന് പറഞ്ഞ കമാൻഡ്. ഗിറ്റ് സ്റ്റാഷ് നടിക്കുക. അതിനുശേഷം ഗിറ്റ് പുള്ള് ഒറിജിൻ മെയിൻ നടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ആ ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ main.c എടുക്കുക, ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് എഡിറ്റർ എടുത്തു, റീലോഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ന്യൂ കമൻറ്റ് ഇൻ മെയിൻ എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കമൻറ്റ് ഇപ്പോൾ ഇവിടെ കാണുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമൻറ്റാണ് ഗിറ്റ് സ്റ്റാഷ് അപ്ലൈ എന്ന് പറഞ്ഞ കമൻറ്റ്. ഓക്കെ, ഗിറ്റ് സ്റ്റാഷ് അപ്ലൈ എന്ന് പറഞ്ഞ കമൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ചേഞ്ചും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും എടുക്കുക, ഇതിനൊന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ കമൻറ്റ് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതൊരു ഐഡിയ കിട്ടില്ലോ എന്തിനാണ് നമ്മൾ ഗിറ്റ് സ്റ്റാഷ് യൂസ് ചെയ്യുന്നത്, ഗിറ്റ് കമ്മിറ്റ് യൂസ് ചെയ്യുന്നത്, ഗിറ്റ് സ്റ്റാഷ് അപ്ലൈ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കമൻറ്റ്സ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കിയത് ഇത്രയും കമൻറ്റ്സ് ആണ് നമ്മൾ നോക്കിയത്. യൂസ് കേസസ് വരുന്ന സമയത്ത് നമ്മൾ അഡീഷണലി കുറച്ച് കമൻറ്റ്സ് കൂടി നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഗിറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക, ഇതിൽ ഡീറ്റെയിൽ വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും പുതിയ വീഡിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ പറയാം, നമ്മളത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വെയിറ്റ് ചെയ്യുക.